ഹായ് ഫ്രണ്ട്സ്, സ്റ്റേറ്റ് ടെക് പവറിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഒരു ആംപ്ലിഫയർ ബോർഡിനെ പരിചയപ്പെടുകയാണ്. അപ്പോൾ ഈ ബോർഡ് നമുക്ക് 100 വാട്ട്സ് സപ്പോർട്ട് ചെയ്യുന്ന, നമുക്ക് ഔട്ട്പുട്ട് തരുന്നൊരു ബോർഡാണ്. അപ്പോൾ ഞാൻ ഈ ബോർഡ് എടുത്തേക്കുന്നത് ഒരു ക്യൂബ് സ്പീക്കറിൻ്റെ റീസ്റ്റോറേഷനുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനകത്ത് യൂസ് ചെയ്യുന്ന ഒരു ആംപ്ലിഫയർ ബോർഡ് ഇതാണ്. ഞാനിപ്പോൾ ഇതാണ് സെലക്ട് ചെയ്തേക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് യൂസ് ചെയ്തേക്കുന്ന ഐ സി എന്ന് പറഞ്ഞാൽ TDA7294 എന്നൊരു ഐ സി ആണ്. അപ്പോൾ ഇതിൻ്റെ മറ്റേ സ്പെസിഫിക്കേഷനൊക്കെ ചെക്ക് ചെയ്തപ്പോൾ നമുക്കിത് ഒരു 100 വാട്ട്സ് വരെ നമുക്ക് ഔട്ട്പുട്ട് തരുന്നതാണ്. ബോർഡാണ്, മോണോയാണ്. അപ്പോൾ ഇത് ഈ ബോർഡിൽ നമുക്ക് ഇൻപുട്ട് കണക്ട് ചെയ്യാൻ വേണ്ടി കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ ഇൻപുട്ടെന്ന് ഉദ്ദേശിച്ചേക്കുന്നത് ഓഡിയോ ഇൻപുട്ടാണ്. നമ്മളിപ്പം ഒരു MP3 പ്ലെയറിൽ നിന്നോ അല്ലെങ്കിൽ നമ്മുടെ മൈക്ക് യൂസ് ചെയ്യുകയാണെങ്കിൽ പ്രീ ആംപ് സെക്ഷനിൽ നിന്നോ വരുന്ന ഔട്ട്പുട്ട് അത് നേരെ ഈ ഇൻപുട്ട് എന്നുള്ള ആംപ്ലിഫയറിൻ്റെ ഇവിടേക്ക് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇൻപുട്ട് ഓഡിയോ സിഗ്നൽ ഇതിന് കൊടുക്കാൻ കഴിയും. പിന്നെ നമുക്ക് ഇതിൻ്റെ പവർ സപ്ലൈ വേണം. അപ്പോൾ ഇത് ഡുവൽ പവർ സപ്ലൈയിൽ വർക്ക് ചെയ്യുന്ന ഒരു ആംപ്ലിഫയർ ബോർഡാണ്. ഇതിന് നമുക്ക് മാക്സിമം 35 വോൾട്ട് DC ആണ് നമുക്ക് ഇതിനകത്ത് കൊടുക്കാൻ പറ്റുന്നത്. അപ്പം 35 വോൾട്ട് DC വരെ നമുക്ക് ഇതിനകത്ത് കൊടുത്തു കഴിഞ്ഞത് നന്നായിട്ട് വർക്ക് ചെയ്യും, നല്ല സപ്പോർട്ട് ചെയ്യുന്നതാണ്. മാക്സിമം വോൾട്ടേജ് 35 വോൾട്ട് DC ആണ്. ഇപ്പോൾ ഇത് ഡുവൽ സപ്ലൈ ആയതുകൊണ്ട് നമ്മളിവിടെ +1 കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഈ +1 കൊടുത്തേക്കുന്ന ഭാഗത്ത് നമ്മൾ 35 വോൾട്ട് പ്ലസ് കൊടുക്കുക, DC ആണ്. അതുപോലെ തന്നെ ഇവിടെ 0 കൊടുത്തേക്കുന്നിടത്ത് ഗ്രൗണ്ട് കൊടുക്കുക, പിന്നെ മൈനസ് കൊടുത്തേക്കുന്നിടത്ത് 35 വോൾട്ട് DC മൈനസ് കൊടുക്കുക. അപ്പോൾ ഇത് ഡുവൽ സപ്ലൈയിൽ വർക്ക് ചെയ്യുന്ന ബോർഡാണ്. അപ്പോൾ നമുക്കിവിടെ ഔട്ട്പുട്ട് ഇവിടുന്നാണ് സ്പീക്കർ എന്ന് എഴുതിയേക്കുന്നിടത്തുനിന്ന് ഔട്ട്പുട്ട് കിട്ടും, പ്ലസ് മൈനസ്. അവിടെ നമ്മൾ 2 വയറെടുത്ത് സ്പീക്കറിലേക്ക് കണക്ട് ചെയ്യാം. 8 ഓം നന്നായിട്ട് സപ്പോർട്ട് ചെയ്യുന്നതാണ്. 8 ഓം ആണ് നമുക്കിതിനകത്ത് സ്പീക്കറിൻ്റെ ഓം ഇമ്പിഡൻസ് നമുക്ക് ഇതിനകത്ത് മാച്ച് ആകുന്നത്. അപ്പോൾ ഈ ഐ സി നന്നായിട്ട് ഹീറ്റ് ആകുന്നത് കൊണ്ട് നമ്മൾ ഒരു ഹീറ്റ് സിങ്കിൽ ഇത് കണക്ട് ചെയ്യണം. നല്ലൊരു ഹീറ്റ് സിങ്കിൽ വേണം ഇത് കണക്ട് ചെയ്യാൻ. അപ്പോൾ കണക്ട് ചെയ്യുന്നതിന് മുമ്പ് ഹീറ്റ് സിങ്കും ഈ ഐ സിക്കും ഇടയിൽ നമ്മളൊരു മൈക്ക ഷീറ്റ്, ഇതുപോലൊരു മൈക്ക ഷീറ്റ് വെക്കണം. മൈക്ക ഷീറ്റ് വെക്കുന്നതിന് മുമ്പ് നമുക്ക് ഹീറ്റിംഗ് കോമ്പൗണ്ട് അപ്ലൈ ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ നമ്മൾ സ്ക്രൂ ഇടുമ്പോൾ ഇതുപോലെ സ്ക്രൂവിൽ ചെറിയൊരു വാഷർ ടൈപ്പ് ഉണ്ട്. ഈ വാഷർ നമ്മൾ ഈ ഐ സിയിലേക്ക് ഉള്ളിലേക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കണം. അപ്പോൾ നമുക്ക് ഈ ഐ സിയും ഹീറ്റ് സിങ്കും തമ്മിൽ യാതൊരു കോണ്ടാക്റ്റും ഉണ്ടാകത്തില്ല. ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ ഐ സിയും അതുപോലെ തന്നെ ഹീറ്റ് സിങ്കും തമ്മിൽ ഇതിൻ്റെ ബോഡി ഡയറക്റ്റ് ടച്ച് ആകാത്തത് കാരണം മറ്റ് ഷോർട്ടോ കാര്യങ്ങളൊന്നും ആകാൻ സാധ്യതയില്ല. ഞാൻ ഉദ്ദേശിച്ചത് നമ്മുടെ ഹീറ്റ് സിങ്ക് ചിലപ്പം ആംപ്ലിഫയറിൻ്റെ കവർ ചേസിൽ നമ്മൾ ഫിറ്റ് ചെയ്തേക്കുന്നതാണെങ്കിലാണ് ഞാൻ ഈ പറഞ്ഞേക്കുന്ന രീതികളൊക്കെ നമുക്ക് യൂസ് ചെയ്യണം, നിർബന്ധമായും ചെയ്യണം. അപ്പോൾ ഇതൊരു ചെറിയ ബോർഡാണ്. ഇതുണ്ടോ, ചെറിയ ബോർഡാണ്. എൻ്റെ കയ്യിൽ വെച്ച് കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ചെറിയ ബോർഡാണ്, നല്ല പവർഫുൾ ആണെന്നാണ് ഞാൻ കേട്ടേക്കുന്നത്. ഇപ്പോൾ നമ്മുടെ ക്യൂബ് സ്പീക്കറിൻ്റെ റീസ്റ്റോറേഷനുമായി ബന്ധപ്പെട്ട് ഞാൻ ഈ ആംപ്ലിഫയർ ബോർഡാണ് അതിനകത്ത് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിനു മുമ്പ് ഒരു വീഡിയോ ചെയ്തതാണ്, ഈ ബോർഡൊന്ന് പരിചയപ്പെടുത്തിയതാണ്. അപ്പോൾ ഇതിൻ്റെ മറ്റ് കാര്യങ്ങളൊക്കെ, ഇതിൻ്റെ ബാക്ക് സൈഡ് കണ്ടോ, ചെറിയ ബാക്ക് സൈഡൊക്കെ നല്ല ഫിനിഷിങ്ങിലാണ് നമ്മൾ ചെയ്തേക്കുന്നത്. നല്ലൊരു ബോർഡാണ്, ഫിസിക്കലി നല്ല ലുക്കാണ്. അതുപോലെ തന്നെ കമ്പോണൻസിൻ്റെ വാല്യൂസ് എല്ലാം ഇതിനകത്ത് ഓൾറെഡി ക്ലിയർ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. എന്തെങ്കിലും കമ്പോണൻസ് പോവുകയാണെങ്കിൽ നമുക്ക് റീപ്ലേസ് ചെയ്യാൻ പറ്റും. ഇവിടെ ഇൻപുട്ട്, ഇവിടെ ഡുവൽ പവർ സപ്ലൈ 35 വോൾട്ട് മാക്സിമം, പിന്നെ ഇവിടെ സ്പീക്കർ ഔട്ട് നമുക്ക് കണക്ട് ചെയ്യാൻ വേണ്ടിയുള്ളതാണ്. അപ്പം 35 വോൾട്ട് DC എന്ന് പറയുന്നത് നമുക്ക് അപ്പോൾ എടുക്കേണ്ടത് 24 സെക്കൻഡറി സൈഡ് വരുന്നൊരു ട്രാൻസ്ഫോമറാണ്. അപ്പം 3 ആംസ് നമുക്കതിനകത്ത് മിനിമം സഫിഷ്യൻ്റ് ആണ്. അപ്പം 3 ആംസ് കിട്ടുന്ന 24 വോൾട്ട് 24 ആ രീതിയിൽ വരുന്ന ട്രാൻസ്ഫോമറാണ് നമുക്കിതിന് ആവശ്യമായത്. ഈ 24 നമ്മൾ ബ്രിഡ്ജ് റെക്ടിഫയർ ഇട്ട് നമ്മളതിനെ DC ആയിട്ട് കൺവേർട്ട് ചെയ്തതിന് ശേഷം 2 കപ്പാസിറ്റർ ഇട്ട് ഡുവൽ സപ്ലൈ ആയിട്ട് മാറ്റണം. ആ ഡുവൽ സപ്ലൈ മാറ്റിയതിന് ശേഷം ഇവിടെയാണ് നമുക്ക് 35 വോൾട്ട് പ്ലസ്, ഇങ്ങേറ്റത്ത് 35 വോൾട്ട് മൈനസ്, ഇവിടെ ഗ്രൗണ്ട്, ഇങ്ങനെയാണ് കൊടുക്കേണ്ടത്. അപ്പോൾ 24 വോൾട്ട്
24024 നമ്മൾ ഇത് ബ്രിഡ്ജ് റെക്ടിഫയറോ ഡയോഡ് ഇട്ട് നമ്മൾ റെക്ടിഫിക്കേഷൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ കപ്പാസിറ്റർ ഇട്ട് കഴിയുമ്പോൾ നമുക്ക് ഏകദേശം ഒരു ബൂസ്റ്റ് ചെയ്തൊരു 35 വോൾട്ടേജിന് അടുത്ത് വരും. എന്ന് പറഞ്ഞാൽ 24 നമുക്ക് 24 × 1.414 എന്നുള്ള കാൽക്കുലേഷൻ ചെയ്ത് കഴിയുമ്പോൾ പീക്ക് വാല്യൂ കപ്പാസിറ്റർ നമുക്ക് വോൾട്ടേജ് എത്രയാണ് നമുക്ക് പീക്കായിട്ട് കിട്ടുന്നുള്ളത് വാല്യൂ നമുക്കവിടെ ഏകദേശം ഒരു 35 വോൾട്ടിനടുത്ത് കിട്ടും. അപ്പോൾ നമ്മളിവിടെ 35 വോൾട്ട് DC എന്ന് ഉദ്ദേശിച്ചത് ആ രീതിയിലാണ്. മാക്സിമം 35 വോൾട്ട് DC ആണ് നമുക്കിവിടെ കൊടുക്കാൻ പറ്റത്തുള്ളൂ. മാക്സിമം 35 വോൾട്ടാണ് നമുക്കിവിടെ കൊടുത്താൽ ഈ ബോർഡ് നന്നായിട്ട് വർക്ക് ചെയ്യും. അതിന് കൂടുതൽ കൊടുത്തു കഴിഞ്ഞാൽ ബോർഡിന് ICക്ക് ഡാമേജ് ആകാനൊക്കെയുള്ള ചാൻസസ് ഉണ്ട്. അപ്പം നമ്മളിവിടെ സ്പീക്കർ കണക്ട് ചെയ്യണം. സ്പീക്കർ നമുക്ക് 8 ohmൻ്റെ സ്പീക്കറാണ് കണക്ട് ചെയ്യേണ്ടത്. ഇതിൻ്റെ ഇമ്പിഡൻസ് എന്ന് പറയുമ്പോൾ 8 ohms ആണ്. അപ്പം 4 ohms കൊടുത്തു കഴിഞ്ഞാൽ വളരെ കൂടുതൽ ഹീറ്റായിട്ട് ലോസ് ആകാനൊക്കെയുള്ള കാര്യങ്ങളുണ്ട്. അപ്പം 8 ohmൻ്റെ സ്പീക്കർ കണക്ട് ചെയ്യണം. അതുപോലെ തന്നെ ഇത് 100 വാട്ട്സാണ് സപ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ കൊടുത്തേക്കുന്ന 35 വോൾട്ട് DC 35 വോൾട്ടിൽ ഏകദേശം എന്താണെങ്കിലും ഒരു 70 വാട്ട്സ് എങ്കിലും നമുക്ക് കിട്ടാതിരിക്കത്തില്ല. അപ്പോൾ ഞാനിത് കണക്ട് ചെയ്തില്ല, ചെക്ക് ചെയ്തില്ല. ക്യൂബ് സ്പീക്കറിൻ്റെ റീസോഴ്സിനുമായി ബന്ധപ്പെട്ട് ഇതിൻ്റെ ബാക്കി കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതിന് ട്രാൻസ്ഫോമറുണ്ട് വരാനുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ബാക്കി കാര്യങ്ങൾ ചെയ്തതിന് ശേഷം അതിൻ്റെ ഔട്ട്പുട്ട് നമ്മളതിൻ്റെ ഓൺ ചെയ്ത് അതിൻ്റെ എത്ര പവർഫുൾ ആണെന്നുള്ളത് നമ്മൾ ചെക്ക് ചെയ്യുന്നതാണ്. ഈ വീഡിയോയിൽ ഒരുപാട് ടെക്നിക്കൽ റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇൻവെർട്ടർ റിലേറ്റഡ്, അതുപോലെ UPS, ബാറ്ററി, ആംപ്ലിഫയർ, സൗണ്ട്, ഓഡിയോ മിക്സർ, ഇലക്ട്രോണിക്സ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് സാധനങ്ങളുടെ സർവീസ്, അതുപോലെ തന്നെ എൻ്റെ ഇൻസ്റ്റാളേഷന് അങ്ങനെയുള്ള കാര്യങ്ങൾ, മെയിൻ്റനൻസ് ഒക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പം ഇനി പുതിയ വീഡിയോകളിൽ കൂടുതൽ കാര്യങ്ങൾ ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, മറ്റുള്ളവരിലേക്കൊക്കെ ഷെയർ ചെയ്യുകയും സപ്പോർട്ട് ചെയ്യണം. ഒരുപാട് പേര് സബ്സ്ക്രൈബ് ചെയ്യാതാണ് ചാനൽ കാണുന്നത്. അവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരെ ബൈ.